കർണാടകയിലെ ഗോകർണത്തിന് സമീപം ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് അപകടം. 7 പേർ മണ്ണിനടിയിലെന്ന സൂചന. അങ്കോള ഷിരാളി റോഡിലായിരുന്നു അപകടമുണ്ടായത്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത്? ഈ മണ്ണിനടിയിൽ ആൾക്കാർ അകപ്പെട്ടു എന്ന് വിവരങ്ങൾ വരുന്നുണ്ട്. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഏത് ഘട്ടത്തിലാണ് അരുൺ? ശ്രീലക്ഷ്മി, ഇന്ന് രാവിലെയാണ് ഈ അപകടമുണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഉത്തര കന്നഡ ജില്ലയിലാണ്. അവിടെ ദേശീയപാതയിൽ അങ്കോള ഷിരാളി എന്ന് പറയുന്ന സ്ഥലങ്ങൾക്കിടയിലായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഈ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 7 പേർ മണ്ണിനടിയിലുണ്ട് എന്നതാണ്. അവിടെ അതായത് ഈ റോഡിൻ്റെ ഒരു വശത്ത് വലിയ പുഴയാണ്. അതുകൊണ്ട് തന്നെ അവിടെ യാത്രക്കിടെ വിശ്രമിക്കാനും ചായ കുടിക്കുന്നതിനും വേണ്ടിയെല്ലാം ഈ വാഹനങ്ങൾ സ്ഥിരമായി നിർത്തുന്ന ഒരു പ്രദേശമാണ് എന്നാണ് നമുക്ക് പ്രാദേശികമായി ലഭിക്കുന്ന വിവരം. അങ്ങനെ അവിടെ 2 വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിലെ 5 പേർ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്ന വളരെ വിഷമിപ്പിക്കുന്ന ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അവർ സഞ്ചരിച്ച വാഹനവും അവിടെ ഈ റോഡരികിൽ നിർത്തിയിട്ടിരുന്നു. മറ്റൊരു ടാങ്കർ ലോറി ഉണ്ടായിരുന്നു. ആ ടാങ്കർ ലോറിയുടെ ക്ലീനറും അതോടൊപ്പം തന്നെ ഡ്രൈവറും ഈ റോഡരികിൽ ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്നാണ്, കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു, എന്നാൽ മണ്ണിടിച്ചിലിൻ്റെ മറ്റ് സാധ്യതയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പെട്ടെന്ന് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു. അവർക്ക് ഓടി രക്ഷപ്പെടാൻ പോലും സമയം കിട്ടിയില്ല എന്ന തരത്തിലാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. നിലവിൽ അനൗദ്യോഗികമായി, അതായത് സ്ഥിരീകരിക്കാത്തൊരു വിവരം എന്നുള്ളത് 3 പേരുടെ മൃതദേഹം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം അത് സ്ഥിരീകരിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത എന്തായാലും വരും. NDRF സംഘവും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ്, നാട്ടുകാർ ഉൾപ്പെടെ ചേർന്നാണ് അവിടെ തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും ശക്തമായ മഴ ഈ ഉത്തര കന്നഡ ജില്ലയിൽ, തീരദേശ കർണാടകയിൽ, വടക്കൻ കർണാടകയിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. വിവിധ ജില്ലകളിൽ അരുൺ, കർണാടകയിലെ ഗോകർണത്തിന് സമീപമാണ് ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് അപകടമുണ്ടായത്. 7 പേർ മണ്ണിനടിയിൽ അകപ്പെട്ടു. ഇതിൽ 3 പേരുടെ മൃതദേഹം ലഭിച്ചതായി ഔദ്യോഗികമല്ലാത്ത വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. വളരെ സങ്കടകരമായ സാഹചര്യം. വിവരങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പ.